പ്രിയപ്പെട്ടവരെ, ന്യൂട്രലൈസേഷൻ അഥവാ നിർവീര്യീകരണം നടത്തുന്നതിന് വേണ്ടത് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. പിപ്പറ്റ് ഉപയോഗിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി 20 ml കോണിക്കൽ ഫ്ലാസ്കിലെടുക്കുക. പിപ്പറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധാപൂർവം ചെയ്യണം. വായിലേക്ക് എത്തരുത്. അടയാളത്തിന് തൊട്ട് താഴെ ലോവർ മിനിക്കസ് വരത്തക്ക തരത്തിൽ ലോവർ മിനിക്കസ് അടയാളത്തിൽ മുട്ടി നിൽക്കത്തക്ക വിധത്തിൽ വേണം പിപ്പറ്റ് ഉപയോഗിച്ച് ലായനി എടുക്കുവാൻ. ഈ ലായനി കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുന്നു. അതിന് വായുഭാഗം തുറന്നാൽ മതി. ആ ലായനിയിൽ ഒരു തുള്ളി ഫിനോഫ്തലിൻ ഒഴിക്കുന്നു. ഇപ്പോൾ ലായനിക്ക് പിങ്ക് നിറം വരുന്നു. ബ്യൂററ്റിൽ ആസിഡ് എടുത്ത് സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിച്ചിട്ടുണ്ട്. അതിനിടയിലായി കോണിക്കൽ ഫ്ലാസ്ക് കൊണ്ടുവന്ന് നോസിലിനടിയിൽ വയ്ക്കുന്നു. ടാപ്പ് മെല്ലെ തുറന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിലേക്ക് വീഴ്ത്തുന്നു. ആദ്യം കുറച്ച് വേഗത്തിലാകാം, എന്നാൽ പിങ്ക് നിറം കുറഞ്ഞു വരുന്ന സമയത്ത് തുള്ളി തുള്ളിയായി ആസിഡ് വീഴ്ത്തണം. അങ്ങനെ അവസാനത്തെ തുള്ളി കളർ മാറ്റും. ആ സമയത്ത് ന്യൂട്രലൈസേഷൻ പൂർത്തിയാകുന്നു.